പരിശുദ്ധ തിരുമേനി, അഭിനരായ പിതാക്കന്മാരെ, വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച റാംപാച്ചനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഇന്ന് സന്ധ്യയ്ക്ക് വായിച്ച് കേട്ട വിശുദ്ധ എവൻഗേലിയൻ ഭാഗത്ത് പറയുന്ന ഒരു വാക്യം ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ആമുഖമായിട്ട് 5 താലന്ത് ലഭിച്ച ദാസനും 2 താലന്ത് ലഭിച്ച ദാസനും തങ്ങൾക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി തിരികെ യജമാന് നൽകുകയാണ്. 2 പേർക്കുള്ള പ്രതിഫലം ഒന്ന് തന്നെയാണ്: യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. 5 താലന്താണെങ്കിലും 2 താലന്താണെങ്കിലും അതിനെ ഇരട്ടിയാക്കി കൊടുക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞത്. മലങ്കര സഭയുടെ പുണ്യപിതാക്കന്മാരെ ഓർക്കുന്ന നേരത്ത് 5 താലന്തുകൾ കിട്ടിയവരുണ്ട്, 2 താലന്തുകൾ കിട്ടിയവരുണ്ട്. അവരവരുടെ കഴിവിനനുസരിച്ചാണല്ലോ താലന്തുകൾ കൊടുക്കുന്നത്. എന്നാൽ എല്ലാവരിലും കാണുന്ന ശ്രേഷ്ഠത തങ്ങൾക്ക് കിട്ടിയ താലന്തുകളെ ഇരട്ടിയാക്കി തിരികെ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിച്ചു. അത് സഭയുടെ ഇന്നയാളുള്ള വളർച്ചയ്ക്ക് കാരണമായി എന്നുള്ളതാണ്. പരിശുദ്ധ പൗലോസ് തിരുമേനിയും അങ്ങനെ തന്നെ തനിക്ക് നൽകിയ താലന്തുകളെ ഇരട്ടിയായിട്ടല്ല 4 ഇരട്ടിയായിട്ട് തിരികെ നാഥൻ്റെ കരങ്ങളിൽ കൊടുത്ത ശ്രേഷ്ഠ പിതാവാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തോട് വളരെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് പരിശുദ്ധ കത്തോലിക്കാ ബാവയുടെ അസിസ്റ്റൻ്റ് എന്ന നിലയിൽ അദ്ദേഹം ദേവലോകത്ത് വന്ന ആദ്യ നാളുകളിലും പിന്നീട് നിയുക്ത കാതോലിക്ക എന്ന നിലയിൽ പ്രവർത്തിച്ച കാലങ്ങളിലും കാതോലിക്കയുടെയും നിയുക്ത കാതോലിക്കയുടെയും ഇടയിൽ 2 പേരുടെയും സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുവാൻ സാധിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഏതാണ്ട് 9 വർഷങ്ങൾ പ്രവർത്തിക്കുവാനും സാധിച്ചു. ചുരുക്കത്തിൽ വളരെ ചേർന്ന് വളരെ അടുത്ത് തിരുമേനിയെ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് ഇന്നത്തെ യൂലിയോസ് തിരുമേനി, അന്നത്തെ ജോർജ് പുലിക്കോട്ടിൽ, ഞങ്ങളിരുവരും ഒരു ക്ലാസ്സിൽ പഠിച്ച ആളുകളാണ്. ജോർജ് സെനിലൂടെയാണ് യഥാർത്ഥത്തിൽ തിരുമേനിയെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായത്. അന്ന് തുടങ്ങിയ ആ സ്നേഹവും വാത്സല്യവും കരുതലും ധാരാളമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് ശാസനയും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മറച്ചു വയ്ക്കേണ്ട വസ്തുതയല്ല. എങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയും ഹൃദയ നൈർമല്യം നിറഞ്ഞ വ്യക്തിയെ അത്ര സാധാരണമായിട്ട് കാണുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. എസെക്കിയേൽ ദീർഘദർശിയുടെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്: ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അതിനെതിരെ കാഹളമൂതിയ കാവൽക്കാരൻ. യെശയ്യാവ് പറയുന്നുണ്ട്: ഗോപുരവാതിൽക്കൽ രാത്രി കഴിഞ്ഞു വെളിച്ചം വീശിയിരിക്കുന്നു എന്ന് പറയുന്ന തീർത്ഥാടകരോട് വിളിച്ചോതിയ കാവൽക്കാരൻ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 2 വിശേഷണങ്ങളും ഈ പുണ്യപിതാവിന് യോഗ്യമായതാണ്, ചേർന്ന് നിൽക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുങ്ങിയ സമയമായതുകൊണ്ട് വ്യക്തിപരമായ പരാമർശങ്ങളിലേക്കൊന്നും കിടക്കാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് 3 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു പരിമള ധൂപം പോലെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ സൗരഭ്യവാസനയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതല്ലേ യഥാർത്ഥത്തിൽ ആധ്യാത്മികത എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റി സംതിങ് ലൈക്ക് എ സ്വീറ്റ് ഫ്രാഗ്രൻസ്. സൗരഭ്യമുള്ള ധൂപമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ പൗലോസ് ബാവ തിരുമേനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിന്നിരുന്ന 3 സൗരഭ്യങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലാദ്യത്തേത് എ സോൾ ഫിൽഡ് വിത്ത് ദ ഫ്രാഗ്രൻസ് ഓഫ് ഹ്യൂമിലിറ്റി. എ സോൾ ഫിൽഡ് വിത്ത് ദ ഫ്രാഗ്രൻസ് ഓഫ് ഹ്യൂമിലിറ്റി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിന്നിരുന്നത് താഴ്മ എന്ന ഒരു വസ്തുതയാണ്. ഹ്യൂമിലിറ്റി എന്ന പദത്തിന് ഈ താഴ്മ, വിനയം എന്നൊക്കെ മലയാളത്തിൽ തർജ്ജമകളുണ്ടെങ്കിലും ആ പദത്തിൻ്റെ റൂട്ട് ഹ്യൂമിനസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം ഫെർട്ടൈൽ ഫീൽഡ്, ഫലപുഷ്ടമായ മണ്ണ് എന്നാണ്.
വളരെ ശ്രദ്ധേയമാണ് ആ വാക്ക്. താഴ്മ അല്ലെങ്കിൽ വിനയം എന്നതിനേക്കാളൊക്കെ എത്രയോ അധികമായിട്ടാണ് ഈ വാക്കിൻ്റെ വ്യുൽപ്പത്തി നോക്കിയാൽ അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഫലഭൂഷ്ടമായ ഭൂമി, എ ഫെർട്ടൈൽ ലാൻഡ്, ഫലഭൂഷ്ടമായ ഭൂമിയിൽ ഒരു വിത്ത് കുഴിച്ചിട്ടാൽ നാളുകൾക്കുള്ളിൽ ആ വിത്ത് മുളച്ച് അതിശക്തിയോടെ മുളച്ച് വരുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് കേവലം മലയാളത്തിലെ താഴ്മ അല്ലെങ്കിൽ വിനയം എന്ന പദം കൊണ്ട് മാത്രം നിർണ്ണയിക്കേണ്ടതല്ല. മറിച്ച് ഹ്യൂമിലിറ്റി ഈസ് നോട്ട് എ ക്വാളിറ്റി, റാദർ ഇറ്റ് ഈസ് ദ വെരി നേച്ചർ ഓഫ് വൺസ് ഓൺ ബീയിങ്. ഒരു വ്യക്തിയുടെ ഒരു ഗുണമായിട്ടല്ല താഴ്മയെ കാണേണ്ടത് അല്ലെങ്കിൽ ഹ്യൂമിലിറ്റിയെ കാണേണ്ടത്. മറിച്ച് അതൊരു ക്വാളിറ്റി അല്ല, എന്നാലോ അത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ബീയിങ്, എസൻസ്, ഉണ്മ അല്ലെങ്കിൽ സത്ത, ഒരു വ്യക്തിയുടെ സത്തയുടെ നേച്ചറാണ്. ഇറ്റ് ഈസ് നോട്ട് എ ക്വാളിറ്റി. ക്വാളിറ്റി ആണെങ്കിലുള്ള പ്രശ്നം എന്താണ്? ക്വാളിറ്റി ഈസ് ഓൾവേസ് റിലേറ്റീവ്. ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് തടിച്ചു ആരോഗ്യമുള്ള ഒരാളെ കാണുന്നു, നാളെ അയാൾ രോഗഗ്രസ്തനായാൽ ക്ഷീണിതനാകുന്നു. ബാല്യത്തിലെയോ കൗമാരത്തിലെയോ ആ നിഷ്കളങ്കതയോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഏതാണ്ട് വാർദ്ധക്യത്തോടടുത്ത നാളിൽ കാണുകയില്ല. അതുകൊണ്ട് ബ്യൂട്ടി അല്ലെങ്കിൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ക്വാളിറ്റി ഈസ് ഓൾവേസ് ചേഞ്ചിങ് ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കോണ്ടെക്സ്റ്റ്, വേറാസ് നേച്ചർ ഈസ് അൺചേഞ്ചിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ പൗലോസ്തീനയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഹ്യൂമിലിറ്റി യഥാർത്ഥത്തിൽ ക്വാളിറ്റി ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ സത്തയുടെ ഉണ്മയുടെ യഥാർത്ഥ നേച്ചറായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഉണ്മയിൽ വന്ന് വീണ വിത്തുകളെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് അത് കിളിർത്തു, വളർന്നു, ഫലം കായ്ച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ കാതോലിക്ക എന്ന നിലയിലുള്ള ശുശ്രൂഷയെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. കുന്നംകുളം മെത്രാസനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലുള്ള മിലിത്തിയോസ് തിരുമേനിയിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തനായിരുന്നു പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായുമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ എന്നത് ലോകമെല്ലാം സമ്മതിക്കുന്ന വസ്തുതയാണ്. അതിൻ്റെ കാരണം ഇതാണ്, ഫലഭൂഷ്ടമായ ആ അന്തരംഗത്തിൽ പതിച്ച വിത്തുകൾ, ആ വിത്തുകൾ അദ്ദേഹത്തിൻ്റെ സഭയോട് അടങ്ങാത്ത ആവേശവും സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അതിശക്തമായ നിലപാടുകളും വന്ന വിത്തുകളാണ്. ഇതിങ്ങോട്ട് വരുന്ന വഴിക്കും തിരുമേനിമാർ ഒന്നിച്ചിരുന്ന സമയത്ത് ഒരാൾ പറയുന്നത് കിട്ടും, നിലപാടുകൾ സ്വീകരിക്കുന്നവൻ എപ്പോഴും കുരിശുണ്ടെന്നുള്ളത്. സത്യമാണത്. നിലപാടുകൾ ആര് സ്വീകരിക്കുന്നുവോ നിലപാടുകളുള്ളവർക്കെല്ലാം കുരിശ് നിശ്ചയമാണ്. അദ്ദേഹവും ധാരാളം കുരിശ് വഹിച്ചയാളാണ്. അദ്ദേഹം കേൾക്കാത്ത പഴിയും ദുഷിയും ഒന്നുമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. എന്തെങ്കിലും ആകട്ടെ, അതെല്ലാം ദൈവശുശ്രൂഷ ഭാഗമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഞാൻ വീണ്ടും വരുന്നത് ഹ്യൂമിലിറ്റി എന്ന വാക്കിലേക്കാണ്. അക്ഷരാർത്ഥത്തിൽ അത് താഴ്മ എന്ന് നമ്മൾ പറയുന്നു എങ്കിലും ഭാരതീയ ചിന്തയുമായിട്ടൊന്ന് കോർത്തിണക്കുകയാണെങ്കിൽ അഹം രഹിത ഭാവമാണത്. അഹം രഹിത ഭാവം, അതാണ് ഹ്യൂമിലിറ്റി. അഹം ഇല്ല, ഈഗോ എന്നൊന്നില്ല, അഹം രഹിതമാണ്. അതുപോലെ തന്നെ അഹം ഭാവിക്കാത്ത പ്രകൃതം. അഹം ഭാവിക്കുന്നവൻ ആരാണ്? അഹങ്കാരിയാണ്. അഹം കാര്യമായിട്ടെടുക്കുന്നവൻ അഹങ്കാരിയാണ്. എന്നാൽ അഹം നിഷേധിക്കുന്നവനോ, അഹത്തെ നിഷേധിക്കുന്നവനിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഫെർട്ടൈൽ ലാൻഡ് എന്നർത്ഥം ദ്യോതിപ്പിക്കുന്ന ഹ്യൂമിലിറ്റി എന്ന വാക്കിന് സാങ്കത്യമുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളവരുടെ അന്തരംഗത്തിൽ ഈ അഹം രഹിതമായി കഴിഞ്ഞാൽ ബോധം എന്താണ്? ബോധം മുഴുവൻ ശൂന്യതയാണ്, നത്തിങ്നെസ്. അവിടെയും ഭാരതത്തിലെ ബുദ്ധ പാരമ്പര്യത്തിൽ വരുന്ന നാഗാർജുനൻ്റെ ശൂന്യവാദം തത്വശാസ്ത്രം പറയേണ്ട വേദിയല്ല എന്ന് തികച്ചും ബോധ്യമുണ്ടെങ്കിൽ കൂടെ ഒന്ന് റിലേറ്റ് ചെയ്യുന്നത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ്.
ശൂന്യവാദ എന്നൊരു തിയറിയുണ്ട്. അതിൽ പറയുന്നത് നിറവിൻ്റെ the culmination of perfection there is a feeling of nothingness. പൂർണ്ണതയുടെ നിറവിൽ ശൂന്യമാണെന്നുള്ളൊരു തോന്നലുണ്ടാകും. അതുകൊണ്ട് ശൂന്യം എന്ന് പറയുന്നത് നൾ ആൻഡ് വോയിഡ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് സകലത്തിൻ്റെയും പൂർണ്ണതയാണ്. അങ്ങനെ പൂർണ്ണത ഹൃദയത്തിൽ നിറയുന്ന നേരത്താണ് അക്ഷരാർത്ഥത്തിൽ ബോധത്തിൽ അഹം കാര്യമല്ലാതെ പോകുന്നത്, അഹങ്കാരിയല്ലാതെ പോകുന്നത്. നമ്മൾ സാധാരണ പറയുന്നതാണല്ലോ, ബോധമുള്ളവന് അഹങ്കാരം കാണുകയില്ല, വിവരമില്ലാത്തവന് അഹങ്കാരമെന്നൊക്കെ സാധാരണ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കർത്താവിൻ്റെ വാക്കുകൾ എത്ര ശ്രേഷ്ഠമാണ്. തന്നെത്താൻ താഴ്ത്തുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. അവിടെയൊക്കെ നമ്മൾ ഈ തന്നെത്താൻ താഴ്ത്തുക എന്ന പദം വളരെ വളരെ പെരിഫറലായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തന്നെത്താൻ താഴ്ത്തുക, അത് മറ്റുള്ളവരുടെ മുൻപാകെ അയ്യോ ഞാൻ ബലഹീനനാണ്, ഞാൻ പാപിയാണ് എന്നായിരം തവണ ഉച്ചരിക്കുന്നതിലൂടെയല്ല, മറിച്ച് അന്തരംഗത്തിൽ അഹം കാര്യമായിട്ടെടുക്കാതെ അവിടെ ഫെർട്ടൈൽ ലാൻഡായിട്ട് ബോധത്തെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചാൽ ആ ബോധത്തിൽ വീഴുന്ന ഓരോ വിത്തും അതിശക്തമായിട്ട് വളരും, അത് ഫലം കായ്ക്കും. ആ ഫലത്തിൻ്റെ നിറവിലാണ് ദേശത്തിൻ്റെ നേരെ ഉയർന്നു വരുന്ന വാൾ കാണുമ്പോൾ കാഹളമുതുവാനായിട്ട് ദൂതന് സാധിക്കുന്നത്. അഹത്തിൽ ഈ വിത്ത് വീണ് മുളച്ചു വരുന്ന നേരത്താണ് ഗോപുരവാതിൽക്കൽ സഞ്ചാരികളോട് രാത്രി കഴിഞ്ഞു പ്രഭാതമായി എന്ന് വിളിച്ചു പറയുന്ന കാവൽക്കാരനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ചുരുക്കത്തിൽ പരിശുദ്ധനായ പൗലോസ് ബാവായെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് ആദ്യം പറയാനുള്ളത് ഇതാണ്: എ സോൾ ഫിൽഡ് വിത്ത് ദ ഫ്രേഗ്രൻസ് ഓഫ് ഹ്യൂമിലിറ്റി എന്നുള്ളത്. രണ്ടാമതായിട്ട് അദ്ദേഹത്തെ വർണ്ണിക്കുകയാണെങ്കിൽ അഗെയിൻ എ സോൾ ഫിൽഡ് വിത്ത് ഫ്രേഗ്രൻസ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. എ സോൾ ഫിൽഡ് വിത്ത് ദ ഫ്രേഗ്രൻസ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. അതായത് ഒന്നിനോടും ആസക്തിയില്ലാത്ത, അനാസക്തിയുടെ സൗരഭ്യം കൊണ്ട് തൻ്റെ ആത്മാവിനെ നിറച്ച വ്യക്തിയാണ് പൗലോസ് ബാവാതിരുമേൻ. അനാസക്തി, ആസക്തി അനാസക്തി എന്നൊക്കെ ഉള്ളത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വേണ്ടതാണ്. അനാസക്തി, പ്രത്യേകിച്ച് ഈശാവാസ്യം എന്ന ഉപനിഷത്തിൻ്റെ ആദ്യ ശ്ലോകത്തിൽ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാ ജഗത് തേന ത്യക്തേന ഭുഞ്ചീത എന്നൊരു പ്രയോഗം കാണുന്നുണ്ട്. തേന ത്യക്തേന ഭുഞ്ചീത. അതിൻ്റെ അർത്ഥം ഇതാണ്: ഈ കാണുന്ന സകലത്തിലും ദൈവസാന്നിധ്യമുള്ളത് കൊണ്ട് ഈശാവാസ്യം, ഈശൻ വസിക്കുന്നു, ഈശാവാസ്യം ഇതം സർവം. അതുകൊണ്ട് എന്താണ്? തേന ത്യക്തേന ഭുഞ്ചീത, ത്യജിച്ച് ഭുജിക്കുവാനായിട്ട് പഠിക്കുക. ത്യജിച്ച് ഭുജിക്കുക എന്നൊക്കെ ഉള്ളത് നല്ല അർത്ഥമുള്ള പദങ്ങളാണ്. അവിടെയാണ് ഈ ഡിറ്റാച്ച്മെൻറ്റ് എന്ന പദത്തിന് അർത്ഥമുള്ളത്. അദ്ദേഹം ലോക ക്രൈസ്തവ നേതാക്കളിൽ ഒരാളായിരുന്ന വ്യക്തിയാണ്. പൗരസ്ത്യ കാതോലിക്ക കേവലം മലങ്കര സഭയുടേത് മാത്രമല്ല, പൗരസ്ത്യ കാതോലിക്കയായിട്ടെന്ന് വിവക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ വിവക്ഷയിൽ എന്തുമാത്രം ഉൾക്കൊള്ളുന്നുണ്ടോ അതിൻ്റെ എല്ലാം കാതോലിക്കയാണ്. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും എന്നുള്ള അത്യുന്നത പദവിയിൽ ശോഭിക്കുന്ന നേരത്തും അദ്ദേഹത്തിൻ്റെ ശൈലി എന്തായിരുന്നു? കൊച്ചുകുട്ടികളുടെ ശൈലി, അല്ലെങ്കിൽ യാതൊരു ഫോർമാലിറ്റി ഇല്ലാതെ ഇൻഫോർമൽ ആറ്റിറ്റ്യൂഡ്. ഇതെല്ലാവരെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. എനിക്കറിയാം, എൻ്റെ ശരീരത്തിൽ ചുവന്ന ഉപ്പായവും ഈ ലോഹയും മസനപ്സായും കയറിയപ്പോൾ എനിക്കുണ്ടായ വ്യത്യാസം എത്രയെന്ന് ബോധ്യമുള്ളയാളാണ് ഞാൻ. തിരുത്താനായിട്ട് ശ്രമിക്കാറുണ്ടെങ്കിൽ പോലും. പക്ഷേ അതിൻ്റെ ഒരംശം മിലിത്യോസ് തിരുമേനിയിലും കണ്ടിരുന്നില്ല, പൗലോസ് ബാവായിലും കണ്ടിരുന്നില്ല. കാരണം എന്താണ്? ഹി ലുക്ക്ഡ് അറ്റ് ദ ലൈഫ് ആൻഡ് ദ എൻവയോൺമെൻറ്റ് വിത്ത് എ മൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. അനാസക്തിയോടുകൂടി അദ്ദേഹത്തിന് എല്ലാറ്റിനെയും കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഒരിക്കലും പൗരസ്ത്യ കാതോലിക്കായുടെ ആ പാരഫെർണേലിയാസ് ഒന്നും ഔദ്യോഗിക സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ കാണുന്നു എന്നല്ലാതെ അദ്ദേഹത്തോട് ഇടപെടുന്ന നേരത്തോ
എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും, എത്ര ഒഫീഷ്യൽ കാര്യമാണെങ്കിലും ശരി, ഒരു കൊച്ചു കാര്യം പറയാൻ ഒരാൾ വന്നാൽ എന്തേ എന്ന് വളരെ സൗമ്യതയോടെ ലാളിത്യത്തോടെ അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ഭാഷയിലൂടെ പറയുന്നത് എത്രയോ തവണ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചും ധാരാളം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുണ്ട്. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും അദ്ദേഹം സകലത്തിലും ഈ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ അനാസക്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അനാസക്തി ഉണ്ടാകണമെങ്കിൽ ഒരു ബോധ്യമുണ്ടാകണം ആദ്യം. അതായത് ഇതെൻ്റേതല്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, ലഭിച്ചതല്ലാതെ എനിക്കൊന്നുമില്ല, ലഭിച്ചതല്ലാതെ എനിക്കൊന്നുമില്ല, ലഭിച്ചതെങ്കിലോ അത് ദാനമത്രേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം തനിക്ക് ലഭിച്ചതും താൻ നേടിയതും എല്ലാം അദ്ദേഹം കണ്ടിരുന്നതും ഈ സെൻസ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അനാസക്തിയോടുകൂടി തന്നെയാണ്. അങ്ങനെ അനാസക്തിയോടുകൂടി കാണുവാൻ സാധിച്ചത് കൊണ്ടാണ് ലഭിച്ചതാണില്ല. ഇതായിരുന്നു പരിശുദ്ധനായ പൗലോസ്ലീഹൻ ബാബായുടെ മുഖമുദ്ര എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം തനിക്ക് കിട്ടിയതല്ല, എന്തെങ്കിലും അദ്ദേഹം സ്വന്തമായി സ്വരൂപിച്ചിരുന്നുവോ? ഇല്ല. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിന് കിട്ടിയതും കൈമുത്തായി കിട്ടിയതും ഈ സഭയ്ക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ പരിമല ആശുപത്രിക്ക് വേണ്ടി ഇതെല്ലാം ചെലവിട്ട ഒന്നും ഒരു പക്ഷേ വളരെ അനുഗ്രഹീതമായ ഗാംഭീര്യമാർന്ന ഒരു കബറടക്ക ശുശ്രൂഷ അദ്ദേഹത്തിന് നൽകുവാൻ സഭയ്ക്ക് സാധിച്ചു. ഒരു പക്ഷേ അദ്ദേഹം ജീവനോടിരുന്ന കാലത്ത് തിരുമേനി ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം കൽപ്പന എഴുതി വെച്ച് ഇതൊന്നും പാടില്ല എന്ന് പറയുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും ഡിറ്റാച്ച്മെൻ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ ഡിറ്റാച്ച്മെൻ്റ് വ്യക്തിബന്ധത്തിൽ ഒരിക്കലും തടസ്സമായി നിന്നില്ല എന്നുള്ളത് അതിലെ ഒരു മറുവശമാണ്. എല്ലാവരോടും സ്നേഹമാണ് അദ്ദേഹത്തിന്. ശരിയാണ്, ദേഷ്യം വരുമ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കാറുണ്ട്. പക്ഷേ അത് നിമിഷങ്ങൾ കൊണ്ടുള്ളതാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെയുള്ള 1-2-3 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് തന്നെ ശകാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ എവിടെയാണ്, എന്താ ചെയ്യുന്നത്, അതാ കരുതലിൻ്റെ, ആ സ്നേഹത്തിൻ്റെ, ആ ലാളിത്യത്തിൻ്റെ, ആ അനാസക്തിയോടുകൂടി സ്നേഹിക്കുവാൻ കഴിയുന്ന ശ്രേഷ്ഠതയുടെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ അനാസക്തിയോടെ കഴിയുകയും എന്നാൽ ആളുകളെ ചേർത്ത് പിടിക്കാനായിട്ട്, ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ, എനിക്ക് തോന്നുന്നത് തിരുമേനിയോട് ഒരുവിധം അടുത്ത് വന്നവരെല്ലാം തന്നെ അവരുടെ ഹൃദയങ്ങളിൽ തിരുമേനിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അതാണ് ഒരു ഭാഗത്ത് അനാസക്തി ഉയർത്തിപ്പിടിച്ചിരുന്നു എങ്കിലും വ്യക്തിബന്ധങ്ങളിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ആസക്തി കൂടാതെ സ്നേഹിക്കുവാൻ കഴിഞ്ഞ ആളാണ്. സ്നേഹം പലവിധമുണ്ടെന്ന് നമുക്കറിയാം. സ്നേഹത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്താണ്? ആസക്തിയോടുകൂടിയ സ്നേഹമാണ്. അത് ധനത്തോടാവട്ടെ, സ്ഥാനമാനങ്ങളോടാവട്ടെ, മനുഷ്യരുടെ പുകഴ്ചയോടാവട്ടെ, അല്ലെങ്കിൽ ജഡമോഹങ്ങളോടാവട്ടെ, അധികാരത്തോടാവട്ടെ, സ്നേഹം ആസക്തിയോടെയാണെങ്കിൽ അത് സ്നേഹമല്ല. അതിന് മറ്റു പല വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്, ഞാൻ ഉപയോഗിക്കുന്നില്ല ഇവിടെ. എന്നാൽ പരിശുദ്ധ പൗലോസ്ലീഹൻ ബാബായിൽ കണ്ടത് അനാസക്തിയോടുകൂടി അദ്ദേഹത്തിന് ആളുകളെ സ്നേഹിക്കാൻ സാധിച്ചിരുന്നു. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അദ്ദേഹം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ആ നിലപാടുകളൊന്നും തന്നെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുമായിരുന്നില്ല. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ 2017 ജൂലൈ 3 ഉണ്ടായ വിധി, ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അല്പം ഒന്ന് കണ്ണടച്ചിരുന്നുവെങ്കിൽ ഈ സഭ യോജിച്ചു, അല്ലെങ്കിൽ സമാധാനം വന്നു എന്ന നിലയിൽ ഈ ലോകത്തിൻ്റെ മുമ്പാകെ വളരെയേറെ മാനിക്കപ്പെടുവാനായിട്ട്, ഏകദേശം ഒരു 100 നൂറ്റാണ്ടിന് ചരിത്രമുള്ള തർക്കങ്ങളും വഴക്കുകളും ബാബാ തിരുമേനിയുടെ നിലപാടിലൂടെ ശാശ്വതമായിട്ട് തീർന്നു എന്ന് പറയുവാൻ സാധിക്കുന്ന നിലയിൽ എത്തിച്ചേരാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ അതിനനുവദിച്ചില്ല. അപ്പോൾ
തനിക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന പുകഴ്ചയോ മഹത്വമോ അല്ല. അതൊക്കെ സൗരഭ്യങ്ങളാണ് കേട്ടോ, സംശയമൊന്നുമില്ല. അതൊക്കെ സൗരഭ്യങ്ങളാണ്. പക്ഷെ എന്താണ്, ആ സൗരഭ്യമൊക്കെ നമ്മൾ ഈ സ്പ്രേ അടിക്കുന്നത് പോലെയുള്ളൂ. 5 മിനിറ്റ് നിൽക്കും, കൂടിയാൽ 1 ദിവസം നിൽക്കും. അത് കഴിഞ്ഞാൽ ആ സുഗന്ധം കാണുകയില്ല. സുഗന്ധത്തിൻ്റെ ആവരണങ്ങൾ പൂശി നടക്കുന്നവരാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന ആളുകളിൽ 98%. എന്നാൽ സുഗന്ധത്തിൻ്റെ പരിമളത്തിൻ്റെ ആവരണമല്ലാതെ അത് ആത്മാവിൻ്റെ സൗന്ദര്യമാക്കി തീർത്തയാളാണ് പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാവ തിരുമേനി എന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയിൽ എ സോൾ ഫിൽഡ് വിത്ത് ദ ഫ്രാഗ്രൻസ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുവാൻ 1000 തവണ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എ സോൾ ഫിൽഡ് വിത്ത് ഫ്രാഗ്രൻസ് ഓഫ് പ്രേയർ. പ്രാർത്ഥന എന്ന സൗരഭ്യത്തെ തൻ്റെ ആത്മാവിൽ നിറച്ചവനായിരുന്നു അദ്ദേഹം. അത് വലിയ അത്ഭുതം തന്നെയാണ്. പരിശുദ്ധ പൗലോസ് ബാവ തിരുമേനി പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവർക്കേ അറിയൂ. ഞാൻ പരിശുദ്ധ ദിദിമോസ് ബാവ തിരുമേനിയുടെ കൂടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുക തന്നെയല്ല, വളരെ ഏറെ വർഷങ്ങളുടെ ബന്ധം, അടുപ്പം എനിക്കുണ്ട്. അദ്ദേഹം പ്രാർത്ഥനയുടെ വളരെ കണിശത്തോടെ കൈകാര്യം ചെയ്ത ആളാണ്. എന്ന് പറഞ്ഞാൽ ദേവലോകത്ത് എന്തെങ്കിലും മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ 5:30 മണിക്ക് മണിയടിക്കുന്നത് കേട്ടാൽ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്താലും ശരി, കണ്ടിന്യൂ ചെയ്യാനും ശരി, അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേൽക്കും. നമസ്കരിക്കാൻ സമയമായി. അതായത് സമയബന്ധിതമായ പ്രാർത്ഥനാ ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാവയുടെ പ്രത്യേകത അങ്ങനെയല്ല. അദ്ദേഹം അങ്ങനെ സമയബന്ധിതമായിട്ടല്ല, പക്ഷേ ഏതൊക്കെ പ്രാർത്ഥനകൾ നിർവഹിക്കണമോ അത് നിർവഹിക്കാത്ത ഒരു ദിവസം പോലും അദ്ദേഹത്തിനില്ലായിരുന്നു. രാത്രി 10 മണിക്ക് സന്ധ്യാനമസ്കാരം മുകളിലത്തെ ചാപ്പലിൽ നടത്തുന്നത് കാണാനിടയായിട്ടുണ്ട്. കാരണം തിരക്ക് കാരണം ആ സമയത്ത് നടത്താൻ സാധിച്ചില്ല. ഇതൊക്കെ ഓരോ പിതാക്കന്മാരുടെ ഓരോ ശൈലികളായിട്ട് നമുക്ക് കാണാമെങ്കിലും 10 മണിയായല്ലോ, സന്ധ്യ സൂത്താറയൊക്കെ കഴിഞ്ഞല്ലോ എന്ന ലാഘവമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മറിച്ച് എന്താണ്, പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിൻ്റെ സൗരഭ്യമാണ്. ആ പ്രാർത്ഥന ഇല്ലാതായാൽ തൻ്റെ ആത്മാവിൻ്റെ സൗരഭ്യം ഇല്ലാതാകുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എ സോൾ ഫിൽഡ് വിത്ത് ദ ഫ്രേഗ്രൻസ് ഓഫ് പ്രേയർ. താഴ്വരകളിൽ, മലമുകളിൽ, ഗിരിശൃംഖങ്ങളിൽ, വലിയ ആഴിയുടെ ഓളങ്ങളിൽ ഒക്കെ പ്രാർത്ഥിച്ച ഒരു കർത്താവിനെ നമുക്കറിയാം. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലെ യേശു, ദേവാലയ മധ്യത്തിലെ യേശു, ഗിരിശൃംഖത്തിലെ യേശു, വഴിയോരങ്ങളിലെ യേശു, അവിടെയെല്ലാം അവൻ്റെ സാന്നിധ്യം എന്തായിരുന്നു? അവിടെയെല്ലാം അവൻ്റെ സാന്നിധ്യം അതാത് പരിസ്ഥിതികൾക്ക് ശാന്തവും സ്വസ്ഥവും നൽകുന്ന സൗരഭ്യമായിരുന്നു. അതുപോലെയാണ് പൗലോസ് ബാവ തിരുമേനി. പ്രാർത്ഥന എപ്പോൾ നടത്തുന്നു എന്ന സമയക്രമീകരണത്തിൻ്റെ ചിട്ടയേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആത്മാവിൻ്റെ സൗരഭ്യം എന്ന തിരിച്ചറിവോടെ പ്രാർത്ഥിക്കുവാനാണ് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ചില കൊച്ചു ശൈലികൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. തിരുമേനിയുടെ നമുക്കറിയാം തിരുമേനി ഡയറി ഉപയോഗിക്കുന്നത്. തിരുമേനിയുടെ ഡയറി റബ്ബാൻഡിട്ട് ഇങ്ങനെ സൂക്ഷിക്കുന്നതാണ്. അദ്ദേഹം തന്നെയാണല്ലോ എഴുതുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 5-10 ചെറിയ കാർഡുകൾ. പണ്ടൊക്കെ തീസിസ് റൈറ്റിങ്ങിൻ്റെ സമയത്ത് കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത കാലത്ത് ഈ വായിച്ചു വരുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ നടത്തുമ്പോൾ ചെറിയ കാർഡുകളിൽ, ഈ പോസ്റ്റൽ കാർഡിൻ്റെ അതേ വലിപ്പത്തിലുള്ള കാർഡുകളിൽ എഴുതി വയ്ക്കുന്ന രീതിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ശൈലി അദ്ദേഹം സ്വീകരിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒരുപാട് കാർഡുകളുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി തന്നെ, അത് നീക്തവാതിരിക്കായിരുന്ന കാലത്താണ്, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി തന്നെ ആ കാർഡുകളൊന്ന് പരിശോധിച്ചു. തിരുമേനി ഞാനൊന്ന് നോക്കിക്കോട്ടെ. എന്താ നോക്കിക്കോ.
ഒരു കാർഡിൽ തിരുമേനിമാരുടെ പേരുകളാണ്. കത്തോലിക്ക ബാബ മുതൽ താഴെയുള്ള ഏറ്റവും ജൂനിയറായ ആളുടെ പേരുകളാണ് ഒരു കാർഡിൽ. വേറെ ഒരു കാർഡിൽ സ്ഥിരമായി അദ്ദേഹം ഓർക്കുന്ന ചില ആളുകൾ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ. വേറൊരു കാർഡിൽ രോഗികളുടെ പേരുകൾ മാത്രമാണ്. അതിങ്ങനെ ആഡ് ചെയ്തപ്പെടുന്നതാണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കാർഡ് കഴിയുകയാണെങ്കിൽ നമ്പർ 2 എന്നിട്ട് അടുത്ത കാർഡുണ്ട്, അവിടെ രോഗികളുടെ പേരാണ്. ആവശ്യക്കാർ എന്നോടും നമ്മളോടൊക്കെ പറയും, തിരുമേനി ഒന്ന് പ്രാർത്ഥിക്കണേ, കുഞ്ഞിൻ്റെ പരീക്ഷയാണ്, അല്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോവുകയാണ്, ശരി പ്രാർത്ഥിച്ചോളാം എന്നൊരാശ്വാസ വാക്ക് പറയും. പക്ഷേ നെഞ്ചത്ത് കൈവച്ച് പറയാം, അങ്ങനെ പറയുന്നതിൽ ഒരു 75% പ്രാർത്ഥിക്കാൻ മറന്നുപോകും. അത് മനഃപൂർവ്വമല്ല, തെറ്റാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിലും മറന്നുപോകും. ചിലരിത് വളരെ ശ്രദ്ധയോടെ എഴുതിയിട്ടോ ഒക്കെ ഓർക്കും. എന്നാൽ പൗലോസ് ദിദിയൻ ബാവ എന്ന വ്യക്തി ആത്മാവിനെ പ്രാർത്ഥനയുടെ സൗരഭ്യം കൊണ്ട് നിറച്ച ആ മഹാപുരുഷൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് അകന്നു പോകരുത് എന്ന ബോധ്യത്തോടു കൂടി അദ്ദേഹം പേരുകൾ എഴുതിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ മേൽപ്പട്ടക്കാരനായി അടൂർ കടവനാട് മദ്രാസിൽ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ തന്ന ഒരു ഉപദേശം എനിക്ക് വളരെയേറെ, ഞാൻ ഇന്നും അത് തെറ്റാതെ പാലിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സാക്ഷി നിർത്തി പറയാൻ സാധിക്കും. പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, തിരുമേനി ഞാൻ അനുഷ്ഠിക്കുന്ന ഒരു ശൈലിയുണ്ട്, തിരുമേനി ചെയ്യുന്നെങ്കിൽ നല്ലതാണ്. ഞാൻ ചോദിച്ചു, എന്താ തിരുമേനി? അതായത് എൻ്റെ ഭദ്രാസനത്തിലെ പള്ളികൾ ഏതൊക്കെ വിശുദ്ധരുടെ നാമത്തിലാണോ ആ വിശുദ്ധരുടെ എല്ലാം മധ്യസ്ഥത തുയോബോയിൽ പരിശുദ്ധന്മാരെ ഓർത്തുകൊണ്ട് മധ്യസ്ഥത തേടുന്നിടത്ത് ഞാൻ ചൊല്ലും. ഞാൻ അന്ന് തൊട്ട് എൻ്റെ ഭദ്രാസനത്തിലെ മാർത്തോമാസ്ലിഹായും ഗീവർഗീസ് സഹതായും ഗൗമാ സഹതായും കുറിയാക്കോസ് സഹതായും മർത്തഷ്മോനിയും സർഗീസ് ബാക്കോസും ഇങ്ങനെയുള്ള എല്ലാ പരിശുദ്ധന്മാരെയും ഓർത്തിട്ടല്ലാതെ ഒരു കുർബാനയും പിന്നീട് ഞാൻ ചൊല്ലിയിട്ടില്ല. ഇതൊന്നും വൈദിക സെമിനാരിയിൽ പറഞ്ഞു തരുന്നതല്ല. ഇത് ജീവിതമുള്ള ആളുകൾക്ക് മാത്രം പ്രാർത്ഥന കൊണ്ട് ആത്മാവിൻ്റെ സൗരഭ്യം തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ തരാൻ സാധിക്കുകയുള്ളൂ. ഇതിനോട് ചേർത്ത് ഞാനൊന്ന് പറയുകയാണ്, കോണ്ടക്സ്റ്റ് വേറെ ഏതാണെങ്കിൽ പോലും. ഒരിക്കൽ ബാവാടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നമസ്കാരത്തിന് ചെല്ലാനായിട്ട് അല്പം വൈകിപ്പോയി. 10-15 മിനിറ്റേ ഉള്ളൂ. നമസ്കാരമെല്ലാം കഴിഞ്ഞ് മുറിയിൽ വന്ന ഉടനെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താ വൈകിയത്? ഞാൻ കാരണം പറഞ്ഞു. വൈകരുത്, നമസ്കാരത്തിന് വൈകരുത്. 6 മണി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാലാഖമാരും പരിശുദ്ധന്മാരും ശുദ്ധിമതിയായ ദൈവമാതാവും ഒക്കെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുക. നമുക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നത് കഷ്ടമല്ലേ? അതുകൊണ്ട് സമയം തെറ്റിക്കരുത്. അത് ദിദിമോസ് ബാബയുടെ വേറൊരു ശൈലിയാണ്. ഈ 2 പിതാക്കന്മാർ രണ്ട് ശൈലിക്കാരാണ്. പക്ഷേ 2 പേരുടെ അന്തരംഗത്തിൻ്റെ സൗന്ദര്യം പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞത്, ഏതൊക്കെ വിശുദ്ധനുണ്ടോ തിരുമേനിയുടെ ഭദ്രാസനത്തിൽ പള്ളികൾ ആരുടെയൊക്കെ നാമത്തിലുണ്ടോ അവരെല്ലാം ഓർത്തിട്ടേ തോയോബോയിൽ അവരെല്ലാം ഓർത്തിട്ടേ തിരുമേനി കുർബാന അർപ്പിക്കാവൂ. എത്രമാത്രം ആഴമായ പ്രായോഗികമായിരിക്കുന്ന ചിന്ത എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഇംഗ്ലീഷിലെ 2 കോട്ടിങ്സ് പറയാനായി ആഗ്രഹിക്കുകയാണ്. ലൈഫ് ഈസ് ബിഗർ ദാൻ ക്ലോത്ത്, മോർ ദാൻ ഫുഡ്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോ ഒരു പണ്ഡിതൻ എഴുതിയതാണ്. കർത്താവ് പറഞ്ഞു, ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. അതിൻ്റെ മറ്റൊരു ഭാഷ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ലൈഫ് ഈസ് ബിഗർ ദാൻ ക്ലോത്ത്, മോർ ദാൻ ഫുഡ്. ആഹാരത്തേക്കാൾ വലുതാണ് ജീവിതം, വസ്ത്രത്തേക്കാൾ വലുതാണ് ശരീരം. പൗരസ്ത്യ കാതോലിക്കായുടെ വസ്ത്രത്തിൻ്റെ മഹത്വത്തിലായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ നിർമ്മലതയിലും ആത്മാവിൻ്റെ സൗരഭ്യത്തിലുമായിരുന്നു പൗലോസ് ദിദിയൻ ബാബ ആനന്ദിച്ചിരുന്നത്. രണ്ടാമത് നമുക്കൊക്കെ അറിയാവുന്ന ഷേക്സ്പിയറിൻ്റെ വളരെ ഫേമസ് ആയിരിക്കുന്ന ഒരു കൊട്ടേഷനാണ് ഒതല്ലോയിലെ, ക്ലോത്ത് മേക്കത്ത് എ മാൻ. വസ്ത്രമാണ് ഒരു മനുഷ്യനെന്ന്. ക്ലോത്ത് പഴയ ഇംഗ്ലീഷാണല്ലോ, ക്ലോത്ത് മേക്കത്ത് എ മാൻ. അതും പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാബയെ സംബന്ധിച്ച് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. താൻ അണിഞ്ഞിരുന്ന വസ്ത്രം, നെൽപ്പട്ടക്കാരനായിട്ടാണെങ്കിലും
കാതോലിക്ക മലങ്കര മെത്രാപ്പോലീത്ത എന്ന സ്ഥാനത്തായിരുന്നെങ്കിലും താൻ അണിഞ്ഞിരുന്ന വസ്ത്രം അതാണ് തൻ്റെ മനുഷ്യത്വത്തെ ലോകം കാണുന്ന മുദ്രയാണ്, ലോകം കാണുന്ന അടയാളം എന്ന് തിരിച്ചറിയുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. പരിശുദ്ധനായ പൗലോസ് ബാവാ തിരുമേനിയെക്കുറിച്ച് ഒരു ദിവസം മുഴുവൻ പ്രസംഗിച്ചാലും തിരികെയില്ല എൻ്റെ അനുഭവങ്ങളിൽ. പക്ഷേ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. He was a soul, or he has a soul filled with the fragrance of humility, a soul filled with the fragrance of detachment, a soul filled with the fragrance of prayer. സർവശക്തൻ നമ്മെ എല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.